അവർ പ്രേതങ്ങൾക്കൊപ്പമാണ് പരിശീലിക്കുന്നത് എന്ന് തോന്നുന്നു. 1989 യൂറോപ്യൻ കപ്പ് സെമിക്ക് തൊട്ട് മുമ്പ് അരിഗോ സാക്കിയുടെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് റയൽ മാഡ്രിഡ് അയച്ച ചാരൻ കോച്ചിന് കൊടുത്ത റിപ്പോർട്ട് അതായിരുന്നു. മൈതാനത്ത് പന്തുണ്ടെന്ന് സങ്കല്പിച്ചോടുന്ന 11 പേർ. പന്തിപ്പോൾ ആ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് സാക്കി വിളിച്ചു പറഞ്ഞു. അയാൾ ചൂണ്ടിയിടത്തേക്കപ്പോൾ കളിക്കാർ പായുന്നു. പെട്ടെന്ന് അയാൾ ദിശ മാറ്റുന്നു. ഇപ്പോൾ പന്ത് ഇവിടെയാണ്. പന്ത് മനസ്സിൽ സങ്കല്പിച്ചോടുന്ന AC മിലാൻ താരങ്ങളെ കണ്ട് സാക്കിക്ക് ഭ്രാന്താണെന്ന് പലർക്കും തോന്നി. പന്ത് കൈവശമുള്ളപ്പോഴല്ല, അതില്ലാത്തപ്പോൾ എങ്ങനെ കളിക്കണമെന്നതാണ് ഫുട്ബോളിലെ സുപ്രധാന പാഠമെന്നാണ് സാക്കി തൻ്റെ കുട്ടികളെ ആദ്യം പഠിപ്പിച്ചത്. റീഡിംഗ് ദ ഫീൽഡ്, പൊസിഷനിങ്. തൻ്റെ വിചിത്രമായ പരിശീലന രീതി കൊണ്ട് സാക്കി ലക്ഷ്യം വെച്ചത് അതൊക്കെയായിരുന്നു. ഒടുവിൽ സാൻസിറോ ആ സെമിക്കായി ഒരുങ്ങി. തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു ദുരന്തങ്ങളിൽ ഒന്നാണ് റയലിനെ ആ സ്റ്റേഡിയത്തിൽ കാത്തിരുന്നത്. എതിരില്ലാത്ത 5 ഗോളുകൾക്ക് AC മിലാൻ ലോസ് ബ്ലാങ്കോസിനെ കശക്കിയെറിഞ്ഞു. അന്ന് AC മിലാനായി ആദ്യം വല കുടുക്കിയത് ആരാണെന്നോ? സാക്ഷാൽ കാർലോ ആഞ്ചലോട്ടി. ഒരിക്കൽ പോലും പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ചിട്ടില്ലാത്ത ഒരാളെ എങ്ങനെയാണ് AC മിലാൻ പോലെ ഒരു വലിയ ക്ലബിൻ്റെ തലപ്പത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്? 1987 അരിഗോ സാക്കി AC മിലാൻ്റെ പരിശീലന ചുമതല ഏറ്റെടുക്കുമ്പോൾ സിൽവിയോ ബെർലുസ്കോണി നേരിട്ട ഏറ്റവും വലിയ ചോദ്യം അതായിരുന്നു. അതിന് മറുപടി പറഞ്ഞത് സാക്കിയാണ്. നല്ലൊരു കുതിരക്കാരനാകണമെങ്കിൽ ആദ്യം നിങ്ങളൊരു കുതിരയാകണമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആ മറുപടി പലരുടെയും വായടപ്പിച്ചു. ഫുട്ബോൾ മൈതാനങ്ങളിൽ മികച്ചൊരു പരിശീലകനാകണമെങ്കിൽ നേരത്തെ നിങ്ങളൊരു പ്രൊഫഷണൽ ഫുട്ബോളർ ആയിരിക്കണം എന്നത് നിർബന്ധമൊന്നുമില്ലെന്ന് സാക്കി വിളിച്ചു പറഞ്ഞു. ദ ഇമ്മോർട്ടൽസ്. AC മിലാൻ ഹിസ്റ്ററിയിലെ സുവർണകാലം അടയാളപ്പെടുത്തപ്പെട്ടത് സാക്കി അറയിലാണ്. ഒരു ഷൂ വിൽപ്പനക്കാരൻ AC മിലാൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിയെടുക്കുന്നു. മാർക്കോ വാൻ ബാസ്റ്റൺ, റൂഡ് ഗുളിറ്റ്, ഫ്രാങ്ക് റൈക്കാർഡ്, ദ ഡച്ച് ട്രയോ. സാക്കിയുടെ ടീം അക്കാലത്ത് നടത്തിയ മുന്നേറ്റങ്ങളുടെ ബാറ്റൺ ഈ മൂവർ സംഘത്തിൻ്റെ കൈകളിലായിരുന്നു. AC മിലാനെ അനശ്വരമാക്കിയ ത്രയം. ലെഫ്റ്റ് ബാക്ക് റോളിൽ ദ ഗ്രേറ്റ് പൗളോ മാൽഡിനി, പിന്നെ ഫ്രാങ്കോ ബറേസിയും അലസാൻഡ്രോ കോസ്റ്റക്കാട്ടയും മൗറോ ടാസോട്ടിയും അണിനിരക്കുന്ന ബാക്ക് ലൈൻ. മിഡിൽ ഏഞ്ചലോ കൊളംബോ, കാർലോ ആഞ്ചലോട്ടി, റൈക്കാർഡ് ആൻഡ് ഡൊണാഡോണി. മുന്നേറ്റ നിരയിൽ മാർക്കോ വാൻ ബാസ്റ്റണും റൂഡ് ഗുളിറ്റും. ദ ഫേമസ് 4-4-2. കറ്റനാസിയോയുടെ നേരെ എതിർദിശയിൽ സഞ്ചരിച്ച സാക്കിയുടെ സിസ്റ്റം ഇറ്റാലിയൻ ഫുട്ബോളിൽ അക്ഷരാർത്ഥത്തിൽ ഒരു റവല്യൂഷൻ ആയിരുന്നു. ഫൈനൽ തേർഡിൽ പന്തുള്ളപ്പോൾ ബസ് പാർക്കിങ്ങിന് മുതിരാത്തിയ ഒരു സംഘം. പന്ത് നഷ്ടപ്പെടുമ്പോഴൊക്കെ അത് വീണ്ടെടുക്കാൻ ഏറെ അഗ്രസീവായി പ്രസ് ചെയ്യുന്നു. എഫക്റ്റീവായി മൈതാനത്ത് നടപ്പിലാക്കിയ ഹൈ ഡിഫൻസീവ് ലൈൻ. ഓഫ് സൈഡ് ട്രാപ്പിൽ എതിരാളികളെ നിരന്തരം വീഴ്ത്തിയ ടാക്ടിക്സ്. പിന്നെ എതിർഗോൾ മുഖത്ത് ഇടമുറിയാതെ അപകടം വിതച്ചുകൊണ്ടിരുന്ന മുന്നേറ്റങ്ങൾ. ഒരു ഓർഗനൈസ്ഡ് യൂണിറ്റായി AC മിലാൻ വർക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. ബെർലുസ്കോണിക്ക് തൻ്റെ തീരുമാനം പിഴച്ചിട്ടില്ലെന്ന് ബോധ്യമാകാൻ അധികകാലമൊന്നും എടുത്തില്ല. പാർമയുടെ പരിശീലകനായിരിക്കെ 2 തവണ കോപ്പ ഇറ്റാലിയയിൽ AC മിലാനെ വീഴ്ത്തിയ സാക്കിയെ ബെർലുസ്കോണി പൊടുന്നനെയാണ് റാഞ്ചിയത്. തുടക്കത്തിൽ ആരാധകരിൽ ഇത് അമ്പരപ്പുളവാക്കിയിരുന്നു. നാളിതുവരെ ഒരു ടോപ്പ് ടയർ ക്ലബിനെ പോലും പരിശീലിപ്പിക്കാത്ത, ഒരൊറ്റ പ്രൊഫഷണൽ ടീമിനായി പോലും പന്ത് തട്ടിയിട്ടില്ലാത്ത സാക്കിയെ 2 ജയങ്ങളുടെ പേരിൽ നിയമിക്കുന്നത് അവർക്ക് വിചിത്രമായി തോന്നി. മിസ്റ്റർ നോബഡി എന്നാണ് അയാളെ അക്കാലത്ത് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. കളിക്കാരും അത് ശരിവെച്ചു. ഹൈ പ്രൊഫൈൽഡായ AC മിലാൻ താരങ്ങളോട് തങ്ങൾ അതുവരെ കളിച്ചിരുന്ന സിസ്റ്റം പൊളിക്കണമെന്ന് പറയുന്നത് ആരാണ്? പാമയിൽ നിന്ന് വന്ന സാക്കി. കളിക്കാരുടെ ഈഗോ അതിനാദ്യം അനുവദിച്ചിരുന്നില്ലെന്ന് അക്കാലത്ത് AC മിലാൻ സ്ക്വാഡിലുണ്ടായിരുന്ന ഗ്രാസിയാനോ മന്നാരി ഒരിക്കൽ മനസ്സ് തുറക്കുന്നുണ്ട്. തങ്ങളെക്കാൾ പ്രതിഭ കുറഞ്ഞ കളിക്കാരുടെ വീഡിയോകൾ കാണിച്ചു കൊടുത്താണ് സാക്കി കളിക്കാരെ തൻ്റെ ടാക്ടിക്സ് പഠിപ്പിച്ചത്. അവർ വെറുതെ അയാളുടെ മുഖത്ത് നോക്കി നിന്നു. പക്ഷേ മൈതാനത്ത് റിസൾട്ടുകൾ ഉണ്ടായി തുടങ്ങിയതോടെ പതിയെ ആ സംഘം അയാളുടെ സിസ്റ്റത്തോട് അഡാപ്റ്റായി തുടങ്ങി. AC മിലാൻ്റെ പരിശീലക വേഷത്തിൽ ഒരൊറ്റ സീരിയ കിരീടം മാത്രമേ സാക്കിയുടെ പേരിലുള്ളൂ. അതേസമയം യൂറോപ്പിൽ അയാൾ AC മിലാനെ സകലരും ഭയക്കുന്നൊരു സ്ക്വാഡാക്കി വളർത്തി. 1989-ലും 90-ലും തുടർച്ചയായി AC മിലാനെ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ സിംഹാസനമേറ്റി സാക്കി. അതും അക്കാലത്തെ ജയന്റ് ക്ലബ്ബുകൾ പലതിനെയും വീഴ്ത്തി. 1989-ൽ റൊമാനിയൻ ക്ലബ്ബ് FCSBയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തിയാണ് AC മിലാൻ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്. 20 വർഷത്തിന് ശേഷം AC മിലാൻ ആദ്യമായി യൂറോപ്യൻ ചാമ്പ്യന്മാരാവുന്നു. 90-ലെ കലാശപ്പോരിൽ ബെൻഫിക്കയാണ് മിലാന് മുന്നിൽ വീണത്. 1980-ന് ശേഷം യൂറോപ്യൻ ഫുട്ബോളിൽ ആദ്യമായാണ് ഒരു ടീം ചാമ്പ്യൻഷിപ്പ് കിരീടം നിലനിർത്തുന്നത്. പിന്നെ 27 വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു ടീം ആ നേട്ടത്തിലെത്തിയത്, റയൽ മാഡ്രിഡ്. സാക്കി പരിശീലക ചുമതല ഏറ്റെടുക്കും മുമ്പ് 20 വർഷത്തിനിടക്ക് ആകെ ഒരൊറ്റ സീരിയ കിരീടമാണ് AC മിലാൻ സ്വന്തമാക്കിയിരുന്നത്.
തൻ്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ അയാൾ സീരിയയിൽ തുടരുന്ന എ സി മിലാൻ്റെ കിരീട വരൾച്ചയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. വരണ്ട ഫുട്ബോൾ കളിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളി ജയിക്കാനാകും, അതിന് ബസ് പാർക്കിംഗ് നടത്താം. എന്നാൽ എൻ്റെ ഫിലോസഫി യു ഹാവ് ടു എൻ്റർടൈൻ പീപ്പിൾ എന്നതാണ്. മനോഹരമായി ഫുട്ബോൾ കളിക്കൂ, അതാരുടെയും മനം മടുപ്പിക്കുന്നതാവരുത്. സാക്കിയുടെ ട്രെയിനിങ് സെഷനുകൾ ഏറെ കഠിനമേറിയതായിരുന്നു. ട്രെയിനിങ് സെഷനുകൾക്ക് ശേഷം തങ്ങൾ മരിച്ചു പോയേക്കുമോ എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് ചില താരങ്ങൾ അക്കാലത്ത് മനസ്സ് തുറക്കുന്നുണ്ട്. പക്ഷേ മൈതാനത്ത് അത് ഇരട്ടി ഫലം കൊയ്തു. ഇൻ ഗെയിം മാനേജ്മെൻ്റ് ആയിരുന്നു സാക്കിയുടെ വലിയ പ്ലസ് പോയിന്റുകളിൽ ഒന്ന്. മൈതാനത്ത് എതിർ ടീം തങ്ങൾക്കായി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കളിക്കിടയിൽ തന്നെ അയാൾ ടാക്ടിക്കൽ ഷിഫ്റ്റുകൾ നടത്തി. 1990 ബെൻഫിക്കെതിരായ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അതിനുള്ള വലിയ ഉദാഹരണമായിരുന്നു. ബെൻഫിക്ക ഡിഫൻഡർമാർ വിടാതെ വാൻ ബാസ്റ്റനെയും റൈക്കാർഡിനെയും പിന്തുടരുന്നത് കണ്ട് സാക്കി വാൻ ബാസ്റ്റനോട് കുറച്ച് പുറകിലേക്ക് ഇറങ്ങിക്കളിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതോടെ അയാളെ മാർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഡിഫൻഡർ അയാളെ ഫോളോ ചെയ്ത് മുന്നിലേക്ക് കയറി വരാൻ ആരംഭിച്ചു. ഈ സമയത്ത് റൈക്കാർഡിന് ആ സ്പേസ് ഒടിഞ്ഞു കിട്ടുന്നു. ആ മത്സരത്തിലെ ഏക ഗോൾ വന്നത് സാക്കി നടത്തിയ ഈ ടാക്ടിക്കൽ ഷിഫ്റ്റിലാണ്. റൈക്കാർഡ് തന്നെയാണ് അന്ന് 68-ാം മിനിറ്റിൽ എ സി മിലാനായി വലകുലുക്കിയത്. ഒരു സീരിയ കിരീടം, ഒരു സൂപ്പർ കോപ്പ, 2 യൂറോപ്യൻ കപ്സ്, 2 യുഎഫ സൂപ്പർ കപ്സ്, 2 ഇന്റർകോണ്ടിനെന്റൽ കപ്സ്. കിരീടമൊടിഞ്ഞു കിടന്ന എ സി മിലാൻ്റെ ഷെൽഫിലേക്ക് 4 വർഷക്കാലത്തിനിടക്ക് സാക്കി എത്തിച്ചത് നിരവധി ട്രോഫികളാണ്. എ സി മിലാൻ അനശ്വരമാക്കിയ അയാൾ പിൽക്കാലത്ത് ഫുട്ബോൾ ചരിത്രം കണ്ട ഇതിഹാസ പരിശീലകരുടെ കൂട്ടത്തിൽ തൻ്റെ പേര് കൂടെ എഴുതി ചേർത്തു.